അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മാവ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇപ്പം ഓൾറെഡി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാവെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാട്ടോ അത് കാണാനായിട്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിനകത്താണെങ്കിൽ നമുക്ക് ചെയ്ത് എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അകത്ത് ചെയ്തതന്നേ ഉള്ളൂ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളിൽ എന്തായാലും ഇത് സെറ്റ് ആകും. അതിപ്പം ഞാൻ അധികം തിക്നെസ് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആയത്. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, എങ്ങനെ ആവും എന്നറിയത്തില്ല. കാരണം ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു നാര് പോലെ ഒരു സംഭവം വരും. ആ ഒരു ലെയർ വരുവാണെങ്കിൽ നമ്മുടെ അപ്പം സെറ്റായി എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിത് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാവുള്ളേ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് ആണെങ്കിൽ ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവട്ടോ എങ്ങനെ ആവും എന്നറിയാൻ വേണ്ടി ടേസ്റ്റൊക്കെ. അപ്പോൾ ചായയും കുടിച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാവേ. അപ്പം ഞാൻ എന്തായാലും ജെന്യുവനായിട്ടുള്ള ആ ഒരു റിവ്യൂ പറയത്തുള്ളൂ. അപ്പോൾ മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ലെയർ പോലത്തെ ഒരു സംഭവം അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കലത്തപ്പം സെറ്റായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ സാധാരണ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ നമ്മൾ കഴിക്കത്തില്ല, അതേപോലത്തെ ടേസ്റ്റ് ആവട്ടോ. അതേപോലെ എന്ന് വെച്ചാൽ അതുപോലത്തെ ടേസ്റ്റ്. കാരണം ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റും ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു എത്ര മണിക്കൂർ നമ്മൾ അരി വെള്ളത്തിലിടുന്നു അതിൻ്റെ അനുസരിച്ചാണ് തോന്നുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് വെള്ളത്തിലിടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇതാട്ടോ ഞാൻ ബാക്ക് ക്യാമറയിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ലെയറൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇനി എവിടെയും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.